ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഭിനവ്. അപ്പം ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരി ഒരു ചെടിയെ കണ്ടപ്പം ചോദിച്ചു, ഇതെന്താണെന്ന് അറിയത്തില്ല. ആ ചെടിയാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനൊരു പഴഞ്ചൊല്ലി വരുവാൻ ആന വാഴി അമ്പഴങ്ങ അതി ബന്ധപ്പെട്ട ചെടിയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് അമ്പഴങ്ങ. നിങ്ങൾ കേട്ടവരുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്കാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ 2 മാസമായിട്ടുള്ളൂ നട്ടിട്ട്. ഇതിലെ 5-6 ഞങ്ങൾ പിച്ചി കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഒരുപാട് കായ് ഇതിൽ പിടിച്ച് നിൽക്കുന്നത്. ഇത് സ്വീറ്റ് അമ്പഴം ആയതുകൊണ്ട് ഇതിൻ്റെ പച്ചയ്ക്ക് നല്ല പുളിയും മധുരവുമാണ്. പഴുത്തതാണെങ്കിൽ നല്ല സ്വർണ്ണ നിറത്തിലെയും പിന്നെ നല്ല മധുരവും. നിങ്ങൾക്കിപ്പം കാണാം പൂവ് കായൊക്കെ പിടിച്ചിരിക്കുന്ന. മഴ ആയതുകൊണ്ടാണ് എല്ലാം പൊഴിഞ്ഞു പോയത്. എൻ്റെ അപ്പൂപ്പൻ വലിയ കൃഷിക്കാരനാണ്. അപ്പം അതിൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഇതിൽ അയൺ, സിങ്ക്, കാൽഷ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് അമ്പഴങ്ങ. ഇതിൻ്റെ ഇല, തണ്ട്, തൊലി, വേരൊക്കെ മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതെനിക്ക് അത്രയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ചുമയൊക്കെ വരുമ്പം അമ്മുമ്മ ഇതിൻ്റെ ഇല പിച്ചി തിളപ്പിച്ച് തരാറുണ്ട്. അപ്പം ചുമ മാറും. നിങ്ങൾക്ക് എന്നെക്കാട്ടി അമ്പഴങ്ങയെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആനവായിൽ അമ്പഴങ്ങ എന്ന ഈ പഴഞ്ചൊല്ല് കൊണ്ട് നമ്മൾ അമ്പഴങ്ങ ഉപേക്ഷിക്കരുത്. ഇതിൽ ഒത്തിരി മെഡിസിനൽ യൂസ് ഉള്ളതാണ് ഇതിന്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിൽ ഒരു തൈയെങ്കിലും നടണം. ഇതേപോലത്തുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ആക്കിയിടണം. ഇപ്പം മഴ പെയ്യാൻ പോകും. നല്ല കാറ്റടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും.